നമുക്കിപ്പം ശ്രീ ജോഷിയുണ്ട്. ജോഷി PTA പ്രസിഡന്റാണ്. നമസ്കാരം ശ്രീ ജോഷി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് താങ്കൾ കേട്ട് കാണുമല്ലോ അല്ലേ? PTA ഒപ്പം സ്കൂൾ മാനേജ്മെന്റും ഒക്കെയാണ് കുട്ടിക്ക് മാനസിക സംഘർഷം ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദിത്വം എന്നാണ് പറയുന്നത്. അങ്ങേക്ക് ധിക്കാരത്തിന്റെ ഭാഷയാണെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. ഗുഡ് മോർണിംഗ് ജോഷി. ഗുഡ് മോർണിംഗ്. ഞാൻ അത് പൊതുസമൂഹം തിരിച്ചറിയേണ്ട കാര്യമാണ്. അപ്പം അതിന് പ്രത്യേകിച്ച് പ്രതികരിക്കാനായിട്ട് ഞാനില്ല. ഇപ്പോൾ ഈ കുട്ടി TC വാങ്ങാൻ പോകുന്നു എന്നാണ് രക്ഷിതാവ് ഞങ്ങളോട് പറഞ്ഞത്. അതൊരു നിർഭാഗ്യകരമായ കാര്യമല്ലേ? തീർച്ചയായിട്ടും ഒരു നിർഭാഗ്യകരമായ കാര്യമാണെന്ന് മാത്രമല്ല, ഞങ്ങൾ എപ്പോഴും ആ കുട്ടിയെ ചേർത്ത് പിടിക്കാൻ ഇപ്പോഴും തയ്യാറാണ്. നിയമാവലി അനുസരിച്ച് വന്നാൽ അല്ലേ? തീർച്ചയായിട്ടും അതാണല്ലോ അതിൻ്റെ. മറ്റു സ്കൂളുകൾ അങ്ങനെയൊക്കെ അല്ല, ഈ സ്കൂളിൽ ഇത്രയും കാലം ആ കുട്ടി വന്നത് എങ്ങനെയാണ്? ഞങ്ങൾ ചേർത്ത് പിടിച്ചിട്ടില്ലേ? അതിനൊരു വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഞങ്ങൾ ആരും ശ്രമിച്ചതല്ലല്ലോ. പുറമേയുള്ള ആരൊക്കെയോ വന്നിട്ടല്ലേ അത്തരം വിഷയങ്ങളിലേക്ക് പോയത്. സ്കൂളിനെതിരെ ഇപ്പോൾ വിശദമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. അന്വേഷിക്കട്ടെ. നമ്മൾ 30 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന സ്കൂളല്ലേ, അന്വേഷിക്കണോ? നല്ല കാര്യങ്ങളല്ലേ, അന്വേഷിക്കണമെന്നുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുള്ളതാണ്. അപ്പൊ അന്വേഷിക്കേണ്ടത് മന്ത്രി പറഞ്ഞത് തട്ടമിട്ട ടീച്ചർ കുട്ടിയോട് തട്ടമിടാതെ വരുന്നു എന്ന് പറയുന്നതിനകത്തൊരു വിരോധാഭാസമുണ്ട് എന്നാണ്. അങ്ങനെ എനിക്ക് പറയാൻ കഴിയില്ല. അതിനകത്ത് എന്തെങ്കിലും പൊരുത്തക്കേട് തോന്നുന്നുണ്ടോ അങ്ങനെ പറയുന്നതിൽ? ഞാൻ പറയുന്നത് ആ പറയുന്ന ആൾക്കാരാണ് അത് ചിന്തിച്ച് പറയേണ്ടത്. നമ്മൾ ഓരോരുത്തരും വ്യാഖ്യാനം പല രീതിയിലായിരിക്കില്ലേ. അപ്പൊ ആ പറഞ്ഞ ആള് അതെന്താണെന്ന് വ്യാഖ്യാനിക്കട്ടെ. എന്തായാലും പിന്നെ ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഈ ശിരോവസ്ത്രത്തിന്റെ നിറം യൂണിഫോമിന്റെ നിറമാക്കി മാറ്റി കുട്ടിക്ക് സ്കൂളിൽ വരാമല്ലോ എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ആലോചന PTA മാനേജ്മെന്റ് സാധ്യതയുണ്ടോ? കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് കേവലം ഒരു PTA പ്രസിഡന്റ് ആയിട്ടുള്ള ഞാനിങ്ങനെ PTAയുടെ അഭിപ്രായം എന്തായിരിക്കും യൂണിഫോം മാറ്റുന്നതിനെ? PTAയുടെ അഭിപ്രായം PTA കമ്മിറ്റി കൂടി ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് അതിന് മറുപടി പറയും. ഇപ്പൊ ഇത് കേസ് കൊടുത്തു എന്നാണോ അറിയുന്നത് ജോഷി? അങ്ങനെ വക്കീല് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് അപ്പിയർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ താങ്ക് യു ശ്രീ ജോഷി, താങ്ക് യു. PTA പ്രസിഡന്റാണ് നമുക്കൊപ്പം ചേർന്നത്. ജോഷി കേരവളപ്പിൽ. ജോഷിയെക്കുറിച്ചാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത്. PTA പ്രസിഡന്റിന്റെ ധിക്കാരത്തിന്റെ ഭാഷയാണ്. അഡ്വക്കേറ്റ് വിമല കോൺഗ്രസിന്റെ സൈബർ ക്യാമ്പിൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ സൈബർ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റാണ്. അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ നോക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയവൽക്കരിക്കേണ്ട വിഷയമേ അല്ല. അത് ആ കുട്ടിയുടെ മാത്രം 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, മിടുക്കിയായ ഒരു കുട്ടി, ആ കുട്ടിക്ക് തുടർന്ന് പഠിച്ച് കുട്ടി ജീവിതത്തിൽ ഉയരങ്ങളിൽ പടവുകൾ കയറി പോകാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. കുട്ടി തട്ടമിട്ടാലും തട്ടമിട്ടില്ലെങ്കിലും കുട്ടിയുടെ വിദ്യാഭ്യാസ അവകാശത്തെ അത് ബാധിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതവരുടെ പേഴ്സണൽ ചോയ്സ് മാത്രമായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ നിലപാട്.